ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ഫണ്ട് ലാപ്സാക്കിയ സർക്കാർ അവഗണനയ്ക്കെതിരെ രക്ഷിതാക്കളും സ്ഥാപനങ്ങളും. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 19-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് സമയത്തെ പത്രവാർത്തകളുടെ സംഭവങ്ങൾ നോക്കിയാൽ അറിയാം. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത്, കൊലപ്പെടുത്തുന്നത് ഒക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കാരണം ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈ കുട്ടികളെ കൊണ്ടാക്കുക, അവർക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിലോ അവരുടെ കാലശേഷമോ ഒക്കെ വലിയ അങ്കലാപ്പിലാണ്. അപ്പൊ സർക്കാർ ആ മേഖലയിൽ എല്ലാ വർഷവും എന്തെങ്കിലും ചെയ്യും, ഇപ്രാവശ്യം ഉണ്ടാവും പറഞ്ഞിട്ട് ഈ ബജറ്റ് വിഹിതം വെച്ചിട്ട് കുറച്ച് സ്ഥാപനങ്ങളെങ്കിലും തുടങ്ങും, അല്ലെങ്കിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിന്റെ പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും വിളിച്ചിട്ട് അവര് വിവിധ മീറ്റിങ്ങുകൾ കൂടി അതിന്റെ പ്ലാനും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഇപ്പോഴും ഒന്നും നടന്നിട്ടില്ല. കേരളത്തിൽ നിലവിലെ നിയമമനുസരിച്ച് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി യാതൊരു പരിശീലന സൗകര്യങ്ങളുമില്ലാത്തത് കടുത്ത അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്ന് രക്ഷിതാക്കളും സ്ഥാപന മേധാവികളും പറഞ്ഞു. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 19-ന് ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി. കേരള സർക്കാർ അംഗീകാരം നൽകി ഗ്രാന്റ് നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രായപരിധി 18 വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും 23 വയസ്സായി പുനർനിശ്ചയിക്കുക, ആശ്വാസകിരണം കുടിശ്ശികയില്ലാതെ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നൽകുക, നിരാമയ ഇൻഷുറൻസ് പ്രീമിയം കേരള സർക്കാർ അടയ്ക്കാൻ തയ്യാറാകുക, 8 കുട്ടികളെങ്കിലുമുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളും സംയുക്ത സമരസമിതി ഉന്നയിച്ചു. ഈ വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സിനിൽ ദാസ് പൂക്കോട്, സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ ടി, മാനേജ്മെന്റ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ജില്ലാ പ്രസിഡന്റ് സിറാജ് PKM, സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജ്നാസ് കോളിക്കൽ, മുഹമ്മദ് അർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേർത്ത് നിർത്താൻ ചേർന്നു നിൽക്കാം ഹൃദയപൂർവ്വം എന്ന സന്ദേശത്തോടെ ബിരിയാണി